UN സഭയെ പിരിച്ചുവിടണം. അമേരിക്കയുടെ പോഷക സംഘടനയായിട്ടാണ് യുണൈറ്റഡ് നാഷൻസ് പ്രവർത്തിക്കുന്നത്. അവർക്ക് പ്രത്യേക സൈനിക ബലവും ശക്തിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അമേരിക്ക പറയുന്നതിനപ്പുറം ഒരു കൃത്യമായിരിക്കും നിലപാടെടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. പിന്നെ എന്തിനാണ് ഇത്തരം ഒരു സഭ എന്നൊരു ചോദ്യം നമ്മുടെ വർത്തമാന ഭൂമികയിൽ വളരെ പ്രസക്തിയുള്ളതാണ്. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഇങ്ങനൊരു സംവിധാനം അമേരിക്കയിൽ സ്ഥാപിച്ചത് തന്നെ തെറ്റായിരിക്കുന്ന കാര്യമാണ് എന്ന അഭിപ്രായം ഇതിനോടനുബന്ധിച്ച് തന്നെ ഉണ്ടായതാണ്. നമുക്ക് ആ UN സഭയും അതിൻ്റെ സമീപന രീതികളും അമേരിക്കയോടുള്ള സമീപനം എങ്ങനെ, ഇസ്രായേലിനോട് എങ്ങനെ, മുസ്ലിം രാജ്യങ്ങളോട് എങ്ങനെ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു വിശദമായിരിക്കുന്ന ഒരു റിപ്പോർട്ട് പോലെ നമുക്ക് ഈ കാര്യത്തെക്കുറിച്ചൊന്ന് പഠിക്കേണ്ടതുണ്ട്. നമുക്ക് നോക്കാം. 193 അംഗരാജ്യങ്ങളാണ് UN സഭയിലുള്ളത്. പരമാവധി ലോക രാജ്യങ്ങളിലെ എല്ലാവരും ഉണ്ട് എന്ന് ചുരുക്കം. കുറഞ്ഞ രാജ്യങ്ങൾ മാത്രമാണ് അതിൽ ബാക്കിയുള്ളത്. വത്തിക്കാൻ സിറ്റി ഫലസ്തീൻ എന്നത് ഒബ്സർവേഷൻ സ്റ്റേറ്റ് ആയിട്ട് പരിഗണിച്ചിട്ടുണ്ട്. 1945 ഒക്ടോബർ 24 UN സഭ സ്ഥാപിച്ചത്. രണ്ടാം ലോക യുദ്ധം നടന്നു 1939 മുതൽ 1945 വരെ. ആ യുദ്ധാനന്തരമുണ്ടായിരിക്കുന്ന രാഷ്ട്രങ്ങളിലെ വിഷയങ്ങളും പ്രശ്നങ്ങളും യുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളും യുദ്ധത്തിൽ പരാജയപ്പെട്ട രാജ്യങ്ങളും അനുഭവിച്ച മാനസികമായിരിക്കുന്ന പ്രശ്നങ്ങൾ, മരണങ്ങൾ, കൂട്ട ദുരന്തങ്ങൾ, രാജ്യത്തിൻ്റെ സാമ്പത്തിക തകർച്ചൽ, രാഷ്ട്ര ഭരണാധികാരികൾ ഇല്ലാതായത്, പുതിയ രാഷ്ട്ര സംവിധാനങ്ങൾ വന്നത്, ജനങ്ങൾക്കുള്ള ഭയപ്പാട്, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, തൊഴിൽ മേഖല, വീട് നഷ്ടപ്പെട്ടത്, അങ്ങനെ അവസാനിക്കാത്തത്ര വലിയ രീതിയിലുള്ള വിഷയങ്ങളെയും പ്രശ്നങ്ങളെയും അഭിമുഖീകരിച്ച യുദ്ധമാണ് രണ്ടാം ലോക യുദ്ധം. ഇനി അത്തരം ഒരു യുദ്ധങ്ങൾ ഉണ്ടാവരുത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1945 ഒക്ടോബർ 24 ന്യൂയോർക്കിൽ യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്ന ഒരു സമാധാന ഗോപുരം സ്ഥാപിക്കപ്പെട്ടത്. എന്തൊക്കെയായിരുന്നു അതിൻ്റെ ലക്ഷ്യം നോക്കാം. പ്രധാനമായിരിക്കുന്ന ലക്ഷ്യങ്ങൾ 5 എണ്ണമാണ്. 1, യുദ്ധം തടയുക. ലോകത്തിലെ ഏതെങ്കിലും രാജ്യങ്ങളും തമ്മിൽ ഏതെങ്കിലും അവസ്ഥകളിലോ സാഹചര്യത്തിലോ യുദ്ധസമാനമായിരിക്കുന്ന വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ മധ്യസ്ഥ റോളിൽ എത്തിക്കൊണ്ട് ആ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുകയും യുദ്ധം ഇല്ലാതാക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുക പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ ഒന്നാണ്. രണ്ടാമത്തെ, അന്താരാഷ്ട്ര സമാധാനം ഉറപ്പാക്കുക. യുദ്ധം ഉണ്ടാവില്ല, പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷാവസ്ഥ വിഷയങ്ങൾ ഉണ്ടാവും, നയതന്ത്ര ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, കയറ്റുമതി ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാവും, രാജ്യങ്ങളിലെ ഭരണാധികാരികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കാത്ത പ്രശ്നം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഈ വിഷയത്തിൽ സമാധാനം ഉണ്ടാക്കുക. മനുഷ്യാവകാശ സംരക്ഷണം എന്ന് വെച്ചാൽ ഏതെങ്കിലും തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു വിഭാഗങ്ങൾ, അത് പട്ടിണിയാണെങ്കിലും അല്ലാത്ത രീതിയിലും യുദ്ധവും കെടുതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ ഉണ്ടെങ്കിൽ ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അവർക്ക് സംരക്ഷണം നൽകുക എന്നുള്ളതാണ്. സാമ്പത്തിക സാമൂഹികമായിരിക്കുന്ന പുരോഗതി ലോകാടിസ്ഥാനത്തിൽ എല്ലാ രാജ്യങ്ങൾക്കിടയിലും ഉണ്ടാക്കുക. അപ്പോൾ സാമ്പത്തിക പ്രശ്നം കാരണം ദാരിദ്ര്യം ഉണ്ടാവും, തൊഴിൽ മേഖല വിഷയം ഉണ്ടാകുന്ന സമയത്ത് ദാരിദ്ര്യം ഉണ്ടാവും. അതിന് പരിഹരിക്കുന്ന രീതിയിൽ സാമ്പത്തിക സഹായങ്ങൾ നൽകിയിട്ട് അതിനെ പുനരുദ്ധരിപ്പിക്കുക. സാമൂഹികപരമായിരിക്കുന്ന പുരോഗതി, വിദ്യാഭ്യാസ രംഗത്ത് ഈ റോഡ് ഗതാഗതം പോലെയുള്ള, കുടിവെള്ളം പോലെയുള്ള വിഷയങ്ങളിലൊക്കെ ഇടപെടൽ നടത്തുക. അതാണ് സാമൂഹിക പുരോഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദവും സഹകരണവും ഉറപ്പാക്കുക. ഏതെങ്കിലും പ്രശ്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ ഇടപെടുക. ഇതാണ് വളരെ പ്രധാനമായിരിക്കുന്ന 5 കാര്യങ്ങൾ പറഞ്ഞത്. ഈ 5 കാര്യങ്ങളും പലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ട് യുഎന്നിന് സാധിച്ചിട്ടില്ല. അതിൻ്റെ കാരണം എന്താ? അമേരിക്ക ഇടപെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. ആരൊക്കെയാണ് UN ഉണ്ടാക്കിയത് എന്ന് നമുക്ക് നിരീക്ഷിക്കാം. അതിൽ നിർണായകമായിരിക്കുന്ന പങ്ക് വഹിച്ചത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് അമേരിക്കയുടെ അന്നത്തെ പ്രസിഡന്റാണ്. വിൻസ്റ്റൺ ചർച്ചിൽ ബ്രിട്ടന്റെ പ്രസിഡന്റാണ്. ജോസഫ് സ്റ്റാലിൻ USSR, ചിയാങ് കൈ ഷെക് ചൈന, ചാൻസി ഡി ഗോൾ ഫ്രാൻസ്. ഈ 5 രാഷ്ട്രത്തിൽ പറഞ്ഞ 5 രാജ്യങ്ങളും ഈ ലോക യുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളാണ്. ഇവരുടെ സംയുക്തമായിരിക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭാവിയിൽ ഒരു യുദ്ധവും കെടുതിയും പ്രശ്നങ്ങളും ജനങ്ങൾക്കുണ്ടാവരുത് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് UN സഭ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ UN സഭ ഉണ്ടാക്കിയതോടുകൂടി പിന്നെ അതിനുശേഷം പരമാവധി വിഷയത്തിലൊക്കെ ഇടപെടാൻ വേണ്ടി അവർക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഫലസ്തീൻ്റെ വിഷയം എത്തുന്ന സമയത്ത് അത് പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപന രീതികളാണുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. അന്താരാഷ്ട്ര സമാധാനം, മാനവാവകാശ സംരക്ഷണം. അത് മനുഷ്യാവകാശ സംരക്ഷണമാണ് ഉദ്ദേശിക്കുന്നത്. ഈ മനുഷ്യാവകാശ സംരക്ഷണത്തിൽ മനുഷ്യന് പ്രവർത്തിക്കാനും ജീവിക്കാനും
അവൻ്റെ സ്വാതന്ത്ര്യത്തിനനുസരിച്ചിട്ട് എല്ലാ രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്യാനുള്ള അവകാശം വകവെച്ച് കൊടുക്കുന്ന രീതിയിലുള്ള വിശദീകരണമാണ് മനുഷ്യാവകാശ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് UN സഭ പറയുന്നത്. അതെല്ലാം ലംഘിക്കപ്പെട്ട ഒരു ദേശത്തിൻ്റെ പേരാണ് ഗസ എന്ന് പറയുന്നത്, ഫലസ്തീൻ. 260 മാധ്യമപ്രവർത്തകരെങ്കിലും ഇത്രയും 2023 ഒക്ടോബർ 7 ശേഷം അവിടെ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. വിദേശ മാധ്യമ പ്രവർത്തകർ അപ്പാടെ ദേശം വിട്ടുപോയി. അവരിപ്പോൾ അവിടെ നിലനിൽക്കുന്നില്ല. ഒളിഞ്ഞും തെളിഞ്ഞും ഈ സാധാരണക്കാർ റിപ്പോർട്ട് ചെയ്യുന്ന അല്ലെ വീഡിയോ പകർത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന റിപ്പോർട്ടുകളാണ് പ്രധാനമായും ഇപ്പോൾ ഗസയിൽ നിന്ന് പുറത്തു വരുന്നത്. ഔദ്യോഗിക മേധാവിത്വം ഇല്ലാത്തത് കൊണ്ടും സ്വതന്ത്രമായ രീതിയിൽ മീഡിയകൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കാത്തതിനാൽ അവർ അതിൻ്റെ വലിയ പ്രയാസം അനുഭവിക്കുന്നു. സത്യങ്ങൾ ലോകത്ത് അറിയുന്നില്ല എന്നുള്ളത് വലിയ പ്രധാനമായിരിക്കുന്ന വിഷയങ്ങളിലൊന്നാണ്. ഈ രീതിയിലേക്ക് ഗസ മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ UN സഭയ്ക്ക് ഈ വിഷയത്തിൽ ഇടപെട്ട് ഒന്നും ചെയ്യാൻ പറ്റും. അവരുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കപ്പെട്ടു പോയിരിക്കുന്നു. വിഷയത്തിൽ ഇടപെടാൻ സാധിക്കുന്നില്ല എന്ന് ചുരുക്കം. വംശഹത്യ, അതേപോലെ സ്ത്രീകളെയും കുട്ടികളെയും കൊലപ്പെടുത്തുന്നത്, യുദ്ധത്തിലുള്ള നീതി നിഷേധിക്കുന്നത്, അന്താരാഷ്ട്ര മര്യാദ ലംഘിക്കുന്നത്, ഇതെല്ലാം അവിടെ നടക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മനുഷ്യാവകാശ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണിത്. സ്ത്രീകൾ സുരക്ഷിതരല്ല, കുട്ടികൾ സുരക്ഷിതരല്ല. അതേ സമാനമായ രീതിയിൽ അവർ അഭയം തേടുന്ന മേഖല സുരക്ഷിതരല്ല. ആശുപത്രി ആണെങ്കിലും ആരാധന കേന്ദ്രമാണെങ്കിലും സ്കൂളുകളാണെങ്കിലും ഒന്നും സുരക്ഷിതരല്ല. ടെൻറ്റുകളിൽ പോലും ബോംബിടുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോൾ അതിൽ 2-3 ഭാഗങ്ങളായിട്ട് ഈ യുഎന്നിൻ്റെ സംവിധാനത്തെ അവർ വിന്യസിച്ചിട്ടുണ്ട്. അതിലൊന്ന് ജനറൽ അസംബ്ലിയാണ്, പിന്നെ സുരക്ഷാ കൗൺസിലാണ്. ഇത് രണ്ടും ന്യൂയോർക്ക് ആസ്ഥാനമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് ചുരുക്കം. പിന്നെ പ്രധാനമായിരിക്കുന്ന 2-3 കേന്ദ്രങ്ങൾ, ഒന്ന് അതിൽ ജനീവ, സ്വിറ്റ്സർലൻഡിൽ ജനീവ, ഇതിൻ്റെ ഒരു പോഷക സംഘമായിട്ടോ അല്ലെ പോഷകമായിട്ട് അപൂർവമായ രീതിയിൽ മീറ്റിംഗ് കൂടാവുന്ന സംവിധാനത്തിലോ അവിടെ സ്ഥാപിക്കപ്പെട്ടതാണ്. അതിൽ ജനീവ ഒന്ന് സ്വിറ്റ്സർലൻഡ് പറയുന്നു, വിയന്ന ഓസ്ട്രിയയിലാണ് അവിടെ ഉണ്ട്, നൈറോബി കെനിയയിലാണ് അവിടെ ഉണ്ട്. ഈ 3 സ്ഥലങ്ങളിലും ഇതിൻ്റെ പോഷക സംവിധാനങ്ങളും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ പ്രധാനമായിരിക്കുന്ന ഹെഡ് ഓഫീസ് ന്യൂയോർക്കിലാണ്. ഈ ഭാഗത്തേക്കാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള രാഷ്ട്ര ഭരണാധികാരികളൊക്കെ എത്താറുള്ളത്. നമ്മൾ പറയുന്ന കാര്യം, ഈ ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് UN സഭയിൽ പ്രമേയം അവതരിപ്പിച്ചു. ആ പ്രമേയത്തിൽ വോട്ടെടുപ്പിന് 12 രാജ്യങ്ങൾ അനുകൂലമായിട്ട് വോട്ട് ചെയ്തു, വോട്ടെടുപ്പിൽ പങ്കെടുത്തു, അതായത് യുദ്ധം ചെയ്യണമെന്ന് അഭിപ്രായപ്പെട്ടു. 2 രാജ്യങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ച്, ആദ്യഘട്ടത്തിലാണ് എതിർപ്പ് പ്രകടിപ്പിച്ചു. അതൊന്ന് യമനാണ്, ഇപ്പം യുദ്ധം ചെയ്യുന്ന യമൻ. രണ്ടാമത് ക്യൂബയാണ്, കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരിക്കുന്ന ക്യൂബ. ഈ 2 രാജ്യവുമാണ് ഇറാഖിനെതിരെ യുദ്ധം ചെയ്യരുത് എന്ന് നിലപാട് പറഞ്ഞ രാജ്യങ്ങൾ. ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ അനുകൂലിച്ചു എന്ന് ചുരുക്കം. UN സുരക്ഷാ സമിതി, ആ കൗൺസിൽ സൈനിക ആക്രമണത്തെ അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ ആക്രമണം ഇറാഖിനെതിരെ, സദ്ദാം ഹുസൈനെതിരെ നടത്താൻ പാടില്ല എന്നുള്ള നിലപാടിലേക്ക് UN സുരക്ഷാ കൗൺസിൽ എത്തി. ഫ്രാൻസ്, റഷ്യ, ചൈന ഇതിനെ എതിർത്തുകൊണ്ട് സംസാരിച്ചു. എന്നാൽ അമേരിക്ക ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് 40ഓളം രാജ്യങ്ങളെ ഇടപിടിച്ചുകൊണ്ട് സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് അവരെ ചേർത്തുകൊണ്ടാണ് 991 കുവൈറ്റ് യുദ്ധം എന്ന് പറയുമ്പോൾ ഇറാഖിന്റെ സൈന്യം കുവൈത്തിനെ പിടിച്ചടിക്കിയത്. അതിന് മറുപടിയായിട്ട് 2003 ഇറാഖ് അമേരിക്കൻ യുദ്ധം ആരംഭിച്ചത്. ഇറാഖ് അമേരിക്കൻ യുദ്ധം ആരംഭിച്ചതുമായിട്ട് ഒരുപാട് തവണ UN സഭയിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട പ്രമേയം അവതരിപ്പിച്ചതാണ്. നമ്മൾ നോക്കുക, ഇസ്രായേലിനെതിരെ 2005 മുതൽ UN സഭയിൽ 141 പ്രമേയങ്ങൾ വന്നിട്ടുണ്ട്. ഈ 141 പ്രമേയങ്ങൾ വന്നതിൽ ബഹുഭൂരിപക്ഷം വിജയിച്ചതാണ്. അമേരിക്ക ചിലപ്പോൾ മാറിക്കും, അമേരിക്ക അല്ലെങ്കിൽ വീറ്റോ പവർ ഉപയോഗിക്കും. വീറ്റോ പവർ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും രാജ്യത്തിനെതിരെ ഏറ്റവും കൂടുതൽ പ്രമേയങ്ങൾ ഇസ്രായേലിനെതിരെയാണ് വന്നത് എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. ഈ 2022 15 പ്രമേയങ്ങൾ പാസ്സായി, 2023 14 എണ്ണം പാസ്സായി, 2024 17 എണ്ണം പാസ്സായി. നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. ഇതാർക്കാണ് നടപ്പിലാക്കേണ്ടത്? ആരാണ് നടപ്പിലാക്കേണ്ടത് അമേരിക്കയാണ്, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളാണ്. ഏറ്റവും കൂടുതൽ പ്രബലമായിരിക്കുന്ന സൈനിക ബലവും ശക്തി ഉള്ളവർ സൈനികപരമായിട്ടാണെങ്കിൽ അങ്ങനെ നടപ്പിലാക്കേണ്ടവരാണ്. നടപ്പിലായിട്ടില്ല. UN സഭയും അതോടൊപ്പം തന്നെ ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി, ഗഹയിൽ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച ലോകത്തിലെ ഏക ഭരണാധികാരിയുടെ പേര് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നുള്ളതാണ്. ലോകത്തിലെ ഏത് രാജ്യത്ത് അദ്ദേഹം പ്രവേശിച്ചാലും അറസ്റ്റ് ചെയ്തിട്ട് ജയിലിൽ അടക്കാം
എന്നാണ് ആ വിധി പ്രസ്താവ്യത്തിൽ പറഞ്ഞത്. പല രാജ്യങ്ങൾ അദ്ദേഹം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സന്ദർശിച്ചിട്ടുണ്ട്. അയാൾ സുഖകരമായ രീതിയിൽ പോകുന്നു, തിരിച്ചു വരുന്നു. അപ്പൊ നിയമം എന്ന് പറയുന്നത് സൈനികമായിരിക്കുന്ന ബലവും ശക്തിയും ഉള്ളവർക്ക് ബാധകമല്ല എന്ന് ചുരുക്കം. ആയുധമില്ലാതെ നീതി നടപ്പിലാക്കാൻ സാധിക്കുകയില്ല. ആയുധമില്ലാത്തവന്റെ കയ്യിൽ നീതി ഒട്ട് കിട്ടുകയില്ല. അപ്പൊ ഇസ്രായേൽ എന്ന് പറയുന്ന സൈനിക ബലവും ശക്തിയുമുള്ള രാജ്യത്തിൽ നിന്ന് നീതി കിട്ടണമെങ്കിൽ ആയുധം കൊണ്ട് അവരെ പോരാടണം എന്ന് ചുരുക്കം. നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം, എന്തിനാണ് UN സഭ? അങ്ങനത്തെ ഒരു സംവിധാനത്തിന്റെ കാര്യം എന്താണ്? എന്ത് നേട്ടമാണ് അത് ഉണ്ടാക്കിയത്? ചുരുക്കി പറഞ്ഞാൽ അത് മുസ്ലിം രാജ്യങ്ങൾക്കോ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾക്കോ മൂന്നാം ലോക രാജ്യങ്ങൾക്കോ എതിരെ അമേരിക്കക്ക് എന്തെങ്കിലും നയനിലപാടുകളോ സമീപനങ്ങളോ ഉണ്ടാക്കണമെങ്കിൽ അവിടെ പ്രമേയം പാസ്സാക്കിയായിട്ട് അത് പാസ്സാക്കിയെടുക്കും എന്നതിനപ്പുറം നീതി ലഭ്യമാകുന്ന ഒരു ഇടമാണ് ഈ മേഖല എന്ന് ഒരിക്കലും നമ്മൾക്ക് പറയാൻ സാധിക്കില്ല എന്ന് ചുരുക്കം.